എല്ലാവർക്കും നമസ്കാരം. മലയാളീസ് മീഡിയ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഫിഷ് മസാലയാണ്. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കോരയാണ്. ഈ വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചേരുവകൾ: സവാള അരിഞ്ഞത്, പച്ചമുളക്, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പെരിഞ്ജീരകപ്പൊടി, കുടംപുളി, ഉലുവാപ്പൊടി, വെളിച്ചെണ്ണ. ഒരു പാത്രം വെച്ച് തീ കത്തിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഇപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്താൽ സവാള വളരെ വേഗം വാടി കിട്ടുന്നതായിരിക്കും. അതിന് ശേഷം നന്നായി നമുക്ക് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സവാള ഏകദേശം നന്നായി വാടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത തക്കാളി നന്നായി മിക്സ് ആയതിനു ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. വാടിയതിന് ശേഷം അതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടിയാണ് നമ്മളിവിടെ ചേർക്കുന്നത്. അതിനുശേഷം ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി നന്നായി മൂത്ത് വരുന്ന വരെ ഒന്ന് നന്നായി ഇളക്കി ചേർക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടിയും നന്നായി ഫ്രൈ ആയതിനു ശേഷം നമുക്ക് അതിലേക്ക് 1.25 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ മസാലകളെല്ലാം നന്നായി ഫ്രൈ ആയതിനു ശേഷം അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. കൊടുത്തതിന് ശേഷം നന്നായി തിളയ്ക്കാനായി തീ അല്പം കൂട്ടി വയ്ക്കാം. ഉപയോഗിച്ചിരിക്കുന്ന മത്സ്യം കോരയാണ് ഫിഷ് മസാലയ്ക്കായിട്ട്. ഇപ്പോൾ മസാല നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് മത്സ്യം നമുക്ക് ഓരോന്നായി ചേർത്ത് കൊടുക്കാം. മത്സ്യം ഇട്ടതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇട്ട് മസാല നന്നായി തിളച്ചതിന് ശേഷം മീൻ നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടതിന് ശേഷം നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അടുത്തതായി നമുക്ക് അതിലേക്ക് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ചേർത്ത് കറിയൊന്ന് ചെറുതായി വറ്റിയതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അവസാനം നമുക്ക് കുറച്ച് ഉലുവപ്പൊടി മുകളിൽ വിതറി കൊടുക്കാം. അപ്പോൾ ഫിഷ് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം.
ഷെയർ ചെയ്യുക.